ഔസേപ്പിന്റെ ദിവസത്തിൽ ഞാൻ ഷെയർ ചോദിച്ചു തന്നില്ല. ഞാൻ ചോദിച്ചു തന്നില്ല. അമീർ ഖാൻ ഈ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു, കഴിഞ്ഞ 20 വർഷമായിട്ട് അദ്ദേഹം പ്രതിഫലം മേടിക്കുന്നില്ല, പ്രോഫിറ്റ് ഷെയറിംഗ് ആണ് എന്ന് പറഞ്ഞായിരുന്നു. പ്രോഫിറ്റ് ഷെയറിംഗ് അതായത് സിനിമ വിജയിച്ചാൽ അതിൽ നിന്ന് സാലറി, അല്ലെങ്കിൽ വിജയിച്ചില്ലെങ്കിൽ സാലറി വേണ്ട എന്നുള്ള നിലയിൽ. അപ്പൊ ഈ സമരങ്ങൾക്കൊക്കെ ഇതുപോലുള്ള നിലപാടുകൾ സഹായകരമാവില്ല. ഈവൻ അങ്ങനെ ചില താരങ്ങൾ തീരുമാനിച്ചാൽ പ്രൊഡ്യൂസേഴ്സ് കുറച്ചും കൂടി സേഫ് ആയിട്ട് സിനിമ നിർമ്മിക്കാനായിട്ട് വരില്ലേ? പലപ്പോഴും താരങ്ങൾ റെഡിയായിരിക്കും, പ്രൊഡ്യൂസേഴ്സും ചിലപ്പോൾ ഇതിന് തയ്യാറാവണമെന്നില്ല. അല്ല, ഞാൻ പറഞ്ഞു, ഞാനൊരു പടം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ആ പടത്തിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ആക്ടർക്ക് സാലറി കൊടുക്കുന്നതാണ് എനിക്ക് ലാഭം. എന്തിനാണ് ആക്ടർക്ക് പ്രോഫിറ്റ് ഷെയർ കൊടുക്കുന്നത്? ഞാൻ പ്രൈമിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ പ്രോഫിറ്റ് ഷെയർ നസറിന് കൊടുക്കുന്നതിനേക്കാളും എനിക്ക് ലാഭം സാലറി കൊടുക്കുന്നത് തന്നെയാണ്. അല്ല, പക്ഷെ അത് എല്ലാ സിനിമകളിലും പറ്റില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇത്തരത്തിലൊരു ചേരുവ മനസ്സിലാക്കിയ സംവിധായകൻ എന്നുള്ള നിലയിൽ ചേരുവയിലേക്ക് വരുന്നു. ഞാൻ അതിനു മുമ്പ് ചെയ്ത തങ്കം എന്ന് പറയുന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് ഞാനാണ്. തങ്കം എന്ന് പറയുന്ന സിനിമ എനിക്ക് സാമ്പത്തികമായി ലാഭം ഉണ്ടാക്കിയ സിനിമയല്ല. ചേരുവ എനിക്കറിയാമല്ലോ, അങ്ങനെയാണെങ്കിൽ ഞാനത് ചെയ്യുമോ? അല്ല, അപ്പോഴും അപ്പൊ ആ റിസ്ക് എടുക്കുന്ന ആളെയാണ് നമ്മൾ പ്രൊഡ്യൂസർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അമീർ ഖാന്റെ നിലപാട് തെറ്റാണെന്നാണ് പറയുന്നത്. അമീർ ഖാന്റെ നിലപാടിൽ തെറ്റൊന്നുമില്ല. അമീർ ഖാന്റെ ഡിമാൻഡ് അത്. അമീർ ഖാനെ പോലെ ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരാൾ പറയുന്നത് എനിക്ക് സാലറി വേണ്ട, എനിക്ക് ലാഭവിഹിതം വേണമെന്നാണ് പറയുന്നത്. അത് വലിയൊരു ഡിമാൻഡാണ് എന്നാണ് ഞാൻ പറയുക. ഒരു ആക്ടർ അല്ലേ, അതല്ലേ കൂടുതൽ ഡിമാൻഡിങ്. അതെ, ഫ്രണ്ട് എൻഡ് ലോഡിങ് അല്ലെങ്കിൽ ബാക്ക് എൻഡ് ലോഡിങ്, അതെ, രണ്ട് ലോഡിങ് തന്നെയാണ്. അല്ല, ഉദ്ദേശിച്ചത് സാലറി എങ്കിലും പ്രോഫിറ്റ് കൊടുക്കുന്നത് നഷ്ടമാണ്. പക്ഷെ ആ സാലറി ഒരു നടൻ ആ സിനിമയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു റിസ്ക് എടുത്തൂടെ? അദ്ദേഹം നടൻ പലപ്പോഴും തയ്യാറായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. നടൻ പലപ്പോഴും തയ്യാറായിരിക്കും. ഇപ്പം ഇവിടെ ഹിറ്റാവുന്നുള്ളൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രൊഡ്യൂസർ ഇൻവെസ്റ്റ് ചെയ്യുകയും നടൻ അത്രയും പ്രോഫിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പ്രൊഡ്യൂസർക്കായിരിക്കും നഷ്ടം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എല്ലാ പടത്തിലും അല്ല, ഇത് ഓരോ പ്രൊജക്റ്റിനനുസരിച്ചിരിക്കും. മാർക്കറ്റുള്ള ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് മേടിക്കുന്നതാണ് ലാഭം. അമീർ ഖാൻ മാർക്കറ്റ് ഉള്ളത് കൊണ്ടാണ് അമീർ ഖാൻ അത് പറയാൻ കഴിയുന്നത്. അദ്ദേഹം പറഞ്ഞത് താരേ സമയം പോലുള്ള സിനിമകൾ സംഭവിക്കാൻ തന്നെ കാരണം ആ തീരുമാനങ്ങളാണ്. ധൂം 3ക്ക് അദ്ദേഹം ചിലപ്പോൾ പറഞ്ഞ പ്രതിഫലം മേടിച്ചിട്ടുണ്ടാവും. പക്ഷെ താരേ സമയം സംഭവിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള നിലപാടുകൾ വേണം എന്നാണ് ഉദ്ദേശിച്ചത്. നീ പറഞ്ഞ എല്ലാ സിനിമയും പുള്ളിയും ഷെയർ മേടിച്ചെന്നല്ലേ നീ പറഞ്ഞത് ആദ്യം? നീ ഓരോ സെന്റൻസിലും അഭിപ്രായം മാറ്റുന്നുണ്ട്. 20 വർഷമായിട്ട് എനിക്കറിയത്തില്ലുണ്ട്. ഞാനിത് ഈ പറഞ്ഞുള്ള അറിവില്ല, എനിക്കറിയത്തില്ല. ഞാൻ വായിച്ചിട്ടില്ല എവിടെയും. എനിക്കറിയത്തിലുണ്ട്, വാർത്ത വന്നായിരിക്കും. ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. നീ പറഞ്ഞാലോ, നീ തന്നെയാണ് ഇതേ സ്റ്റേറ്റ്മെന്റ് പറയുക, ഒരു മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചു പറയുകയും. അല്ലല്ല, ഞാൻ ഉദ്ദേശിച്ച കൺസെപ്റ്റ് ആണ് മനസ്സിലാക്കേണ്ടത്. അതായത് ധൂം 3 എന്നുള്ളത് ഭയങ്കര ധൂം 3 കഴിഞ്ഞു, താരേ സമയം പറഞ്ഞു. നമുക്ക് ഇതിനെ പറ്റി പറയാം. ഔസേപ്പിന്റെ ദിവസത്തിൽ ഞാൻ ഷെയർ ചോദിച്ചു തന്നില്ല. ഞാൻ ചോദിച്ചു തന്നില്ല. എത്ര ഉള്ളൂ?